ഹായ്, ഞാൻ ഒരു ഓൺ ദ വോയിസ് വീഡിയോ വന്നത് ആദ്യമേ എൻ്റെ പ്രിയ സുഹൃത്തായ ഹിലാലുദ്ദീൻ എന്ന് പറയുന്ന സാക്കിർ ഭായ് എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. പെട്ടെന്ന് അവൻ്റെ മരണത്തിൽ അവന് എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോ വന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ജീവിതം എന്നൊരു ഷോർട്ട് മൂവി ചെയ്ത കാര്യം, നല്ല പാട്ട് ഇറക്കിയിട്ടുണ്ട്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അത് ഡബ്ബിങ്ങും മിക്സിങ്ങുമാണ്. അത് എൻ്റെ വേണ്ടപ്പെട്ടൊരു അത് കണ്ണൻ അനന്തപുരി എന്ന് പറയും, അവനാണ് അതിൻ്റെ പശ്ചാത്തലമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിന് സാമ്പത്തികം ഇപ്പോൾ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഇത് എടുത്തിട്ട് തന്നെ 2.5 വർഷം കഴിഞ്ഞു. ഈ വിഷമം മൂവി ഇറക്കാത്തതിൻ്റെയും പിന്നെ സാക്കിർ ഭായ് മരിച്ചതിൻ്റെ ഒരു വിഷമമുണ്ട്. കാര്യം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ തന്ന, പിന്നെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ വീഡിയോ കോളിൽ വരും. ഖത്തറിൽ വിചാരിച്ച കുവൈറ്റിൽ വീഡിയോ കോളിൽ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു നല്ല അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷമം ഓക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് എനിക്ക് ഇറക്കിയേ പറ്റുമെന്നൊരാഗ്രഹം. പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന് വിങ്ങുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ ഇറക്കുന്ന ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ബാലൻ സിനിമ ഇറങ്ങിയറിയാലോ. ആ ബാലൻ സിനിമയുടെ മെത്തേഡിൽ ഞാൻ ഇറക്കാൻ പ്ലാനിട്ടു. അതായത് മ്യൂസിക്കൊന്നുമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡയലോഗിൻ്റെ ഭാഗത്ത് പറയുന്ന ഡയലോഗുകൾ ടൈപ്പ് ചെയ്ത് എഴുതി കാണിക്കുന്ന രീതിയിൽ വീഡിയോ ആയിട്ട് ഇറക്കാമെന്നുള്ള പ്ലാനാണ്. കാര്യം അത് ഇറക്കി എനിക്കൊരു ഫിലിമാക്കണമെന്നുണ്ട്. അതൊരു നല്ലൊരു തീം കഥയാണ്. ആരും അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല. ഡയലോഗ് കേട്ടിരുന്നെങ്കിൽ അറിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കയറി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, കൂടുതൽ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിൽ നിന്ന് വരുന്നില്ല. ഞാൻ ഒന്ന് പറയാം. ഞാൻ എൻ്റെ ഷോർട്ട് മൂവിയിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരമുള്ള വ്യക്തികൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും പുതുമുഖങ്ങളാണ്. ഞാനുൾപ്പെടെ ഒരു 4 പേര് നായിക. ഞാൻ അഭിനയിച്ച സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. പിന്നെ ഞാൻ സീരിയലിൽ അഭിനയിച്ച ജയറാം കളക്കോടുണ്ട്. ഗ്രാനി സിനിമ അഭിനയിച്ച CJ മാത്യു ചേട്ടായുണ്ട്. നായികയായിട്ട് അഭിനയിക്കുന്നത് സീരിയലൊക്കെ അഭിനയിച്ച ആ കുട്ടിയെ ഞാൻ തന്നെ ഈ ഫീൽഡിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളൂ. ആ മോള് ഇപ്പോൾ സുഭദ്രം സീരിയലൊക്കെ അഭിനയിച്ചിട്ട് നിൽക്കുന്നു. വേറെ സീരിയലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് ഇറക്കണമെന്നുണ്ടായിരുന്നു. ഡബ്ബിങ് മിക്സിങ് അതിൻ്റെ സാമ്പത്തിക പ്രോബ്ലം കാരണം അങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു മൈൻഡ് ഇങ്ങനെ ആലോചിച്ചു. മലയാളത്തിലെ ആദ്യ സിനിമ ബാലനെ പോലെ ആ മെത്തേഡിൽ വൈറ്റാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാം. അങ്ങനെയാണ് ഒരു പ്ലാൻ മനസ്സിലുണ്ട്. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകത്ത് എന്തെങ്കിലും തടയണമെങ്കിൽ ഞാൻ ഡബ്ബ് ചെയ്ത് തന്നെ ഇറക്കും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ അന്ന് പൈസ ഒന്നും കിട്ടിയില്ല, നടക്കുന്നില്ലെങ്കിൽ
ഞാനത് ഈ മെത്തേഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കും. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, ബൈ.